ഡോക്ടർ ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് യു റിയലി ലവ് യുവർ പ്രൊഫഷൻ. വെൻ യു സേ ദാറ്റ്, ക്യാൻ യു ടെൽ മീ യുവർ ജേർണി ആസ് എ സർജൻ? എങ്ങനെ, എവിടുന്ന് തുടങ്ങി, എപ്പോൾ തോന്നി, എങ്ങനെ? സർജനാവുക എന്നുള്ളത് ഒരു പക്ഷേ എൻ്റെ കൊച്ചുപ്രായത്തിലേ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഡോക്ടറാവുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ. അതായത് എൻ്റെ അച്ഛൻ ഒരു ആശുപത്രിയിലെ ഒരു ലാസ്റ്റ് ഗ്രേഡല്ല, അതിന് തൊട്ട് മുമ്പത്തെ ഗ്രേഡ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം പണ്ടത്തെ കാലത്ത് അച്ചൂത്തുക എന്ന് പറയുന്ന ഇതാണ്, അത് ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം അച്ഛൻ്റെ റോൾ മോഡൽ എപ്പോഴും ആ ആശുപത്രിയിലെ ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ അപ്പോഴും അച്ഛൻ എന്നോട് അച്ഛൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയി. അപ്പോൾ അച്ഛൻ എന്നോട് പറയുക എന്ന് പറഞ്ഞാൽ, നീ ഒരു ഡോക്ടറാവണം. അപ്പോൾ ഡോക്ടറാവുക എന്നുള്ളത് നമ്മുടെ കൊച്ചിലെ തന്നെ നമ്മുടെ മനസ്സിൽ കടന്നുകൂടി. അപ്പം പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞ ഒരു സർജനാകണം, കീറി മുറിക്കുന്ന എന്തെങ്കിലും സർജറികൾ ചെയ്യണം എന്നുള്ളൊരു ഇതാണ്. പക്ഷേ സാഹചര്യങ്ങൾ, നമ്മൾ MBBS കഴിഞ്ഞ ഉടനെ സർജനാവാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല, വീട്ടിലെ സാഹചര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നു. ഒരു 6-7 വർഷം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് സ്പെഷ്യാലിറ്റിയിലോട്ട് കടന്നത് തന്നെ. കാരണം സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട്. പക്ഷേ സ്പെഷ്യാലിറ്റിയിലോട്ട് കടമ്പോൾ അപ്പം സർജിക്കൽ സ്പെഷ്യാലിറ്റി പലതരത്തിലുണ്ട്. സ്പെഷ്യാലിറ്റികളുണ്ട്. ഇപ്പോൾ ENT എന്ന് പറഞ്ഞാൽ സ്പെഷ്യാലിറ്റിയാണ്, അതും സർജറി ചെയ്യുന്നതാണ്. അതിനുശേഷം ഒരു ഡിഗ്രി ഇല്ല. ജനറൽ സർജറി എന്ന് പറഞ്ഞാൽ സ്പെഷ്യാലിറ്റി, അതിനുശേഷം സൂപ്പർ സ്പെഷ്യലൈസേഷനിലോട്ട് പോകാം. അപ്പോൾ സ്പെഷ്യാലിറ്റി പ്രായം കടന്നു, 7 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് എനിക്ക് പ്രായവും കഴിഞ്ഞു പോയി. അപ്പോൾ സ്പെഷ്യാലിറ്റി എടുക്കാമെന്ന് ആലോചിച്ചപ്പോഴും വീണ്ടും ഞാൻ ആലോചിച്ചത്, സ്പെഷ്യാലിറ്റി തീർന്നാൽ അവിടെ തീർന്നു, നമുക്ക് അവിടെ തന്നെ ഒതുങ്ങേണ്ടി വരും. വീണ്ടും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിക്കുള്ള സാധ്യത കിട്ടുകൊണ്ട് തന്നെ ഞാൻ ജനറൽ സർജറിക്ക് ജോയിൻ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ജനറൽ സർജറി മെറിറ്റിൽ, ആൾ ഇന്ത്യ മെറിറ്റിലാണ് ഞാൻ കയറുകയും ചെയ്തു. അപ്പം കയറിയതിന് ശേഷം സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള PGs ഒക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് 6-7 വർഷം ജൂനിയേഴ്സായിട്ടുള്ള PGs ആയിരുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ ഒപ്പം പ്രായമുള്ളവരൊക്കെ സർവീസ് ചെയ്യുന്ന കോട്ടയിൽ വരുന്ന PGs. അപ്പം എൻ്റെ ചില അധ്യാപകർ എന്നെ ഒരു സർവീസ് PG ആയിട്ട്, കാരണം പ്രായം കൊണ്ട് സർവീസ് PG ആയിട്ട് കണക്കാക്കിക്കൊണ്ട് നമ്മളെ ഒരു സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു പ്രവണത കണ്ടു തുടങ്ങിയപ്പോൾ അതിനോടൊരു വാശിയായി. ഒരു മെറിറ്റ് സ്റ്റുഡൻറ്റിനോട് ഇങ്ങനെ പെരുമാറുമ്പോൾ ആ മെറിറ്റ് കൊണ്ട് എന്തെങ്കിലും നേടണമെന്നുള്ള വാശി കൊണ്ടിട്ടാണ് ഈ സർജിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് അന്ന് ആ കാലഘട്ടത്തിൽ കേരളത്തിലൊരു സീറ്റ് മാത്രമേ ഉള്ളൂ, മെറിറ്റിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ആ സീറ്റ് തന്നെ നേടണമെന്നുള്ള ആഗ്രഹം. മറ്റുള്ള സ്പെഷ്യാലിറ്റികളിലൊക്കെ പല സീറ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു തന്നെയല്ല, എന്നെ കുറച്ചധികം വിഷമിപ്പിച്ച ഒരു അധ്യാപകനുണ്ടായിരുന്നു. അധ്യാപകൻ്റെ മെയിനായിട്ടുള്ള അംബിഷൻ ഒരു സർജിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആവുക. അപ്പോൾ അങ്ങനെ ഒരു വാശിയും കൂടെ മനസ്സിൽ കടന്നുകൂടി. ആ വാശിയാണ് ആദ്യത്തെ ചാൻസ് തന്നെ ആദ്യത്തെ റാങ്ക് വാങ്ങി സർജിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആവാനുള്ള ഭാഗ്യമുണ്ടായത്. ആയതിനു ശേഷം ഈ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഉടലെടുത്ത് അധികം പ്രചാരം ഇല്ലാതെ നടന്നിരുന്ന കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ വന്ധ്യംകരണത്തിനും മറ്റും മാത്രമായിട്ട് ലാപ്രോസ്കോപ്പി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ പല കേന്ദ്രങ്ങളിലും വിദേശത്തും ഈ വന്ധ്യംകരണത്തിനപ്പുറത്തേക്ക് സംഗതികളുണ്ടെന്നും ക്യാൻസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ലാപ്രോസ്കോപ്പി വഴി കൈകാര്യം ചെയ്യാമെന്നുള്ള പേപ്പേഴ്സുകളൊക്കെ വരികയും പല പേപ്പറുകളും പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ അതേ കാലയളവിൽ തന്നെയാണ് നമ്മളിവിടെയും സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെ ക്യാൻസർ ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ ലാപ്രോസ്കോപ്പി വഴി നീക്കം ചെയ്യാമെന്നും മനസ്സിലാക്കുകയും ഞാൻ കുറേ ഒരു 25ഓളം രാജ്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി സഞ്ചരിച്ചു. ഇപ്പോൾ ഓരോ രാജ്യത്തും കൂടുതൽ സഞ്ചരിച്ച കൊറിയയിലാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചെറിയ ക്ലൂസും ടിപ്സും ട്രിക്സും ഒക്കെ കിട്ടും. ആ ട്രിക്സ് എല്ലാം സ്വായത്തമാക്കിയതിനു ശേഷം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ അത് നടപ്പാക്കാൻ വേണ്ടി എനിക്ക് നല്ലൊരു സ്ഥാപനവും കിട്ടി. ആ സ്ഥാപനത്തിൽ വളരെ സഹകരിക്കുന്ന ഒരു മാനേജ്മെൻ്റ് ആയതുകൊണ്ട് എനിക്ക് വേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കിത്തരികയും ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കിത്തരികയും ആ സാഹചര്യം കൊണ്ടിട്ട് എനിക്ക് എത്രയും വേഗത്തിൽ തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഒരു അഡ്വാൻസ് ലാപ്രോസ്കോപ്പി സെൻറ്ററിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റി. അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിൽ അത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഭാഗങ്ങളുള്ള ആൾക്കാരെ അല്ലെങ്കിൽ സർജൻസിനെ ട്രെയിൻ ചെയ്യിക്കുന്നത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് തുടങ്ങുന്നത്. അങ്ങനെ ട്രെയിനിങ് പല ബാച്ചുകൾ ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നു. എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോവിഡ് ടൈമിൽ തുടങ്ങിയതല്ല. അല്ല. ഇത് ഏകദേശം 2006
ഇത് തുടങ്ങി വെക്കുന്നത്. അപ്പോൾ കോവിഡ് ടൈമിൽ ഓൺലൈൻ പ്രചാരം കിട്ടി എന്നുള്ളതാണ് വാസ്തവം. ഓൺലൈനകത്തോട്ട് ഈ സൂമൊക്കെ കൂടുതലും പോപ്പുലറാകുന്ന കോവിഡ് ടൈമിലാണ്. അതിന് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കോവിഡ് കൊണ്ട് ഉപകാരമുണ്ടായത്.